ആഗോള സീറോ മലബാർ സഭയ്ക്ക് ഇതിന് അഭിമാനമായ ഈ ഒരു സമയത്ത് പിതാവിൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്? ചിക്കാഗോ രൂപതയിലെ 25 വർഷങ്ങൾക്ക് മുൻപ് സീറോ മലബാർ സഭയ്ക്ക് ഒരു രൂപത സ്ഥാപിക്കുമ്പോൾ അതെല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. അങ്ങനെ ഒരു രൂപത സ്ഥാപിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. പിതാവ് സ്വർഗത്തിൽ നമുക്ക് മധ്യസ്ഥനാകട്ടെ. ചിക്കാഗോ സീറോ മലബാർ രൂപത 25 വർഷങ്ങൾ കൊണ്ട് എന്തുമാത്രം വളർന്നുവെന്ന് ഞാൻ വാക്കുകൾ കൊണ്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ വളർച്ച സാധാരണ കേരളത്തിലുള്ള ഒരു രൂപതയുടെ ഒപ്പം അല്ല, അതിനേക്കാൾ മെച്ചമായ വിധത്തിൽ അത് വളർന്നു. നമുക്ക് സ്വന്തമായിട്ടുള്ള ദൈവവിളികൾ ഇവിടെ ആയിക്കഴിഞ്ഞു. പണ്ട് ഇന്ത്യയിൽ നിന്ന് വന്ന അച്ഛന്മാർ നമ്മുടെ ആളുകളെ അജപാലനപരമായിട്ട് സഹായിച്ചുവെങ്കിൽ ഇന്നിവിടെ ജനിച്ചു വളർന്ന പിള്ളേർ ആ ദൗത്യം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറയും, 25 വർഷങ്ങൾ കൊണ്ട് സീറോ മലബാർ സഭ ചിക്കാഗോ രൂപതയിലെ ഉഴുതുമറിച്ച് വളമിട്ട് വെള്ളം നനച്ച് നനച്ച് വളർത്തിയ നമ്മുടെ അജപാലന ശുശ്രൂഷകളുടെ ഫലം കൊയ്യലാണ്. പുറകോട്ട് നോക്കുമ്പോൾ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. മുന്നോട്ട് നോക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വിധത്തിൽ വളരെ ബഹുവർണ്ണങ്ങളിൽ നമ്മൾ വളർന്നു കഴിഞ്ഞു. ദൈവത്തിന് നന്ദി എന്നല്ല, അത് എന്തു പറയാനാണ്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, അങ്ങാടിയത്ത് പിതാവ് ആദ്യമായിട്ട് ഏറ്റെടുക്കുമ്പോൾ മാനസികമായിട്ട് വളരെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹം. ഒരുപാട് സഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഒറ്റയ്ക്കാണ് അത് തുടങ്ങിയത്. പിന്നീടാണ് അദ്ദേഹത്തിന് സഹായം കൊടുക്കാനൊക്കെ പലരും മുന്നോട്ട് വന്നത്. പക്ഷേ നമ്മൾ മറക്കാതെ ഓർക്കേണ്ടത് ചിക്കാഗോ രൂപതയിലെ അന്നത്തെ കർദിനാളും ഈ രൂപതയിലെ അച്ഛന്മാരും മറ്റുള്ള സമീപ രൂപതകളിലെയൊക്കെ ലാറ്റിൻ രൂപതകളിലെ മെത്രാന്മാരും ഈ ഒരു പുതിയ രൂപതയെ ഒരു അഡോപ്റ്റഡ് സൺ, ഒരു ദത്ത് പുത്രസ്ഥാനത്ത് നിർത്തി വളർത്തിയവരുണ്ട്. അവരൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല. ഇന്ന് 25 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോൾ ഞാൻ പറയും, നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. നമ്മൾ ഇനിയും ധാരാളം ദൈവവിളികൾ ഇവിടുന്ന് ഉണ്ടാകണം. ഒരുപക്ഷെ നമുക്ക് സാധിക്കുമെങ്കിലേ അമേരിക്കയിലെ രൂപതകൾക്കും അമേരിക്കയിലെ പള്ളികൾക്കൊക്കെ നമുക്ക് അച്ഛന്മാരെ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരാൻ സാധിക്കുമോ ചിന്തിക്കണം. മാത്രമല്ല, അമേരിക്കയുടെ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് ക്രൈസ്തവരെ കൂടുതൽ ഇല്ലാത്ത സ്ഥലങ്ങൾ, ക്രൈസ്തവരുള്ള സ്ഥലങ്ങളിൽ അജപാലന ശുശ്രൂഷയ്ക്ക് സൗകര്യമില്ലാത്ത സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ മിഷൻ പ്രവർത്തനത്തിന് പോകാൻ നമ്മുടെ അച്ഛന്മാർക്ക്, നമ്മുടെ മിഷണറിമാർക്ക് കഴിയുന്ന വിധത്തിൽ നമ്മൾ വളരണം. നമ്മളൊരു കൾട്ടിക് ചർച്ചായിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അത് നമ്മളെ ബലപ്പെടുത്തി. എന്നാൽ ഇനി നമ്മളൊരു ഇവാഞ്ചലൈസിങ് ചർച്ചായിട്ട് വളരണം. പ്രത്യേകിച്ച് റീ ഇവാഞ്ചലൈസേഷനും ന്യൂ ഇവാഞ്ചലൈസേഷനൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ അജപാലന ശുശ്രൂഷ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ വിനീതമായ നിർദ്ദേശവും അഭിപ്രായവും. മിഷണറി ദൗത്യത്തിൽ സീറോ മലബാർ സഭയ്ക്ക് ലോകമെമ്പാടും ചെയ്യാൻ പറ്റുന്ന എന്ത് മിഷണറി ദൗത്യങ്ങളാണ് ചെയ്യാനുള്ളത്? സീറോ മലബാർ സഭയുടെ മുൻപുള്ള മിഷൻ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ദൗത്യമല്ല, കർത്താവിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി സർവ്വമനുഷ്യരോടും എൻ്റെ സുവിശേഷം അറിയിക്കുക, വിശ്വസിക്കുന്നവർ മാമോദീസ മുക്കുക, നിങ്ങളത് സഭയെ പടുത്തുയർത്തുക. പത്രോസ് സ്ലീഹായോട് കർത്താവ് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ?
കർത്താവ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എങ്കിൽ നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. അതുകൊണ്ട് സഭയുടെ ദൗത്യം അജപാലന ശുശ്രൂഷയാണ്. അജപാലന ശുശ്രൂഷയുടെ പല ചക്രവാളങ്ങളെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചത്. ഇവാഞ്ചലൈസേഷൻ, റീവാഞ്ചലൈസേഷൻ, ന്യൂ ഇവാഞ്ചലൈസേഷൻ. അതിൽ ഇവാഞ്ചലൈസേഷനും റീവാഞ്ചലൈസേഷനും ഞാൻ ഒന്നും പറയുന്നില്ല. ന്യൂ ഇവാഞ്ചലൈസേഷൻ വലിയ ഒരു വെല്ലുവിളിയാണ്. ഷാലോം TV വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചപ്പോൾ അത് എത്ര നാളെന്ന് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. ഇന്ന് ആ ചോദ്യം എത്ര കാലം ഇനിയും അവരുടെ ശുശ്രൂഷകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതായിട്ട് മാറിക്കഴിഞ്ഞു. പത്രത്തിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ വേൾഡിലേക്ക് കടന്നിരിക്കുക. ഇന്ന് ഡിജിറ്റൽ വേൾഡ് മനുഷ്യൻ കണ്ടെടുത്തതിനേക്കാൾ ഇനി കണ്ടെടുക്കാൻ കിടക്കപ്പെടാൻ പോകുന്നൊരു ലോകത്തിൻ്റെ ഒരു ചക്രവാളമാണ്. അവിടെയൊക്കെ നമുക്ക് സുവിശേഷവൽക്കരണം 3 വിധത്തിൽ ശക്തിപ്പെടുത്തണം. ഇറ്റ് ഷുഡ് ബി മോർ അട്രാക്റ്റീവ്. ഞാനത് പറയാൻ കാരണമെന്ന് പറയുന്നത്, ഇന്ന് ലോകം മീഡിയയിലൂടെ കാട്ടിക്കൂട്ടുന്ന അട്രാക്ഷൻസ് നമ്മുടെ ജനങ്ങളെയൊക്കെ കെണിയിൽ കൊടുക്കുന്നതാണ്. 2, ഷുഡ് ബി മോർ അഫക്ഷനേറ്റ്. ഞാനത് പറയുമ്പോൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ മിഷനെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രസംഗങ്ങൾ പറഞ്ഞ് കേൾക്കുന്നവരൊക്കെ മാനസാന്തരപ്പെടുത്താൻ നടത്തുന്ന പരിശ്രമങ്ങൾ നല്ലതാണ്. പക്ഷെ കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അക്കമ്പനി ചെയ്യുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് കൂടുതൽ ചിന്തിക്കണം. ധാരാളം പേര് നമ്മുടെ മീഡിയയിലൂടെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അവരുടെ മനസ്സിലൊക്കെ ഒരുപാട് ഇളക്കം ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ മനസ്സിലൊക്കെ പന്തക്കുസ്ത ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവർക്ക് നയിക്കാൻ ഇടയനില്ല. അതുകൊണ്ട് അജപാലന ശുശ്രൂഷയിൽ ഈ കാര്യം കുറേ കൂടെ ഉൾപ്പെടുത്തേണ്ട ഒരു മേഖലയായിട്ട് എനിക്ക് തോന്നുന്നു. പള്ളിക്കകത്ത് വരുന്നവർക്ക് നമ്മൾ ശുശ്രൂഷകൾ ചെയ്യുന്നു. പക്ഷേ പള്ളിക്ക് അകത്ത് വരാതെ മീഡിയയിലൂടെ കർത്താവിനെ കണ്ടുമുട്ടുന്ന ആളുകളെ എങ്ങനെ നമുക്ക് അജപാലനപരമായിട്ട് അക്കമ്പനി ചെയ്യാമെന്നുള്ളൊരു പുതിയ പാസ്റ്ററൽ പെഡഗോജി, അജപാലനപരമായിട്ടുള്ളൊരു പദ്ധതി നമ്മൾ കണ്ടെടുത്തില്ലെങ്കിൽ നമ്മുടെ ഈ മീഡിയ മിനിസ്ട്രി കൊണ്ട് അറിവ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു തിരിച്ചറിവിൻ്റെ പന്തക്കൊസ്തയിലേക്ക് നയിക്കാൻ കാരണമാകില്ല. അതുകൊണ്ട് ഞാൻ പറയും, ഇപ്പോൾ മീഡിയയിലൂടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന് മുൻപിൽ കരംകൂപ്പി നന്ദി പറയുന്നതോടൊപ്പം അതിന് കൂടുതൽ സുവിശേഷത്തിൻ്റെ വലിയ മാനസാന്തരത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ച് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്. ഒരു ടോക്ക് കഴിഞ്ഞിട്ട് മനസ്സിലൊരു സന്ദേഹം തോന്നുന്ന ഒരാൾക്ക് വിളിച്ചാലെടുക്കാവുന്ന ഒരു നമ്പർ, അല്ലെങ്കിൽ ഒരാൾ ഒരു അസ്വസ്ഥതയുടെ വെളിച്ചത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ളൊരു സ്ഥലം, എനിക്കിങ്ങനൊരു പ്രലോഭനമുണ്ട്. അല്ലെങ്കിൽ മദ്യപാനികൾ, മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടവർ. ഇന്ന് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്, പക്ഷെ ട്രാൻസ്ഫോർമേഷൻ ആവശ്യമുണ്ട്. ഇൻഫർമേഷനിൽ ട്രാൻസ്ഫോർമേഷനിലേക്കും, ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് ഒരു അജപാലനപരമായിട്ടുള്ള അനുഗമനം, അതിലേക്കൊക്കെ കുറേ കൂടെ സുവിശേഷവൽക്കരണം എത്തണം. അവിടെയാണ് റീവാഞ്ചലൈസേഷനും ന്യൂ ഇവാഞ്ചലൈസേഷനും ഒക്കെ സാധ്യതയുള്ളതാണ് എൻ്റെ വലിയ വ്യക്തിപരമായ അഭിപ്രായം. നെഗറ്റീവായുള്ള കാര്യങ്ങൾ പറഞ്ഞ് സഭയെ തളർത്തുന്ന ഒരു സമയത്ത് എങ്ങനെയായിരിക്കും നമ്മളതിനെ കാണേണ്ടത്? ഈ പ്രതിസന്ധി പണ്ടേ ഉള്ളതാണ്. വിതക്കാരൻ വിത്താണ് എറിഞ്ഞത്. പക്ഷേ വിതക്കാരൻ എറിഞ്ഞു പോയ ശേഷം ആ വിളനിലത്തിൽ തന്നെ കളകളുടെ വിത്തും എറിഞ്ഞു. വിതക്കാരൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ നല്ല വിത്ത് എറിഞ്ഞത്, പക്ഷേ കളകളാരെ വിതച്ചത്? അതുകൊണ്ട് തന്നെ
ദൈവരാജ്യ സംസ്ഥാപനത്തിന് ഞാനും നിങ്ങളും എടുക്കുന്ന എത്രയോ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ അത്ര തന്നെ പിറകോട്ട് വലിക്കുന്ന പൈശാചികമായിട്ടുള്ള ശക്തികളുടെ വലിയ പരിശ്രമം നടക്കുന്നുണ്ട്. ഞാൻ വിത്തിറക്കി അത് മുളപൊട്ടട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ നടക്കില്ല. കളകളെറിയപ്പെടുന്ന ശക്തികളുടെ മുൻപിൽ കളകളെറിയപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ എറിഞ്ഞ കളകൾ പെറുക്കിയെടുക്കാനും അത് മാറ്റിക്കളയാനൊക്കെയുള്ള പദ്ധതികൾ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും വളരെ നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ശുശ്രൂഷകളാണ്. അതിൻ്റെ അകത്ത് സ്വാർത്ഥതയുള്ള ചില കള്ളനാണയങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല, നമുക്ക് നൽകുന്ന നല്ല ശുശ്രൂഷകൾക്ക് ഒരു പ്രോത്സാഹനവും തരാത്ത മീഡിയകൾ ഈ കള്ള തരങ്ങളെ സഭയുടെ നാമത്തിൽ അല്ലെങ്കിൽ സഭയുടെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ നടന്ന പരിശ്രമങ്ങൾ എത്ര ഭീകരമാണ്, എത്ര ഭയാനകമാണ്. നമുക്ക് അത്ഭുതം തോന്നും, നമുക്ക് സങ്കടവും സംഘർഷമൊക്കെ തോന്നും. അതുകൊണ്ട് തന്നെ മീഡിയ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നത് മാത്രമല്ല, നല്ല വിത്തെറിഞ്ഞ നിലത്ത് കളകൾ എറിയപ്പെടാതിരിക്കാനും എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ പ്രതിരോധിക്കാനും എടുത്തു കളയാനും ഒക്കെയുള്ള ഒരു 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 നിലപാടിലേക്ക് നമ്മൾ വളരണം. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ മീഡിയ ചെയ്യുന്നത് നല്ല വിത്ത് വിതയ്ക്കുന്നു, അവിടെ കളകൾ വിതയ്ക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല, കളകൾ വിതയ്ക്കാതിരിക്കാൻ നടപടികളെടുക്കുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ജനത്തിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ടുള്ള പരിശ്രമങ്ങളും കൂടുതൽ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.